ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു എൻ്റെ വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സാറ്റർഡേ സൺഡേസിൽ മാത്രമേ നമുക്ക് ഈ ക്ലീനിങ് പരിപാടിക്കൊക്കെ നിൽക്കാനായിട്ട് ടൈം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാറ്റർഡേ ആണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒക്കെ വലിച്ചു വാരിയിട്ട ഒരു അവസ്ഥയിലാണ് കേട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പറ്റുന്നത്ര ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് ഒതുക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. ഞാനിത് ഓൾറെഡി സെക്ഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് ഒരു സ്പേസിൽ നമ്മൾ വീട്ടിലിടുന്ന ടോപ്സ്, പിന്നെ ഒരു സൈഡിൽ വീട്ടിലിടുന്ന പാൻസ്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കണം. സത്യം പറഞ്ഞാൽ ഇടയിൽ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓണാക്കാൻ മറന്നുപോയി. സാരമില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബോക്സിൽ ഫുൾ പാൻസ്, ഒരു ബോക്സിൽ ഫുൾ വീട്ടിലിടുന്ന ടോപ്സ്, പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെങ്കിൽ പെട്ടെന്ന് ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സുകൾ ഒരു ബോക്സിൽ, അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബോക്സിലുള്ളത് പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കടയ്ക്ക് പോകണമെങ്കിൽ ഇടാൻ പറ്റിയതൊക്കെ ഒരു സെക്ഷനിൽ, പിന്നെ മോളിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഡ്രസ്സുകൾ വേറെ സെക്ഷനാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് പോകുന്ന സമയത്ത് കുറേ ഡ്രസ്സുകൾ നമ്മൾ വലിച്ചുവാരി ഇടും. പിന്നെ അത് അതിൻ്റെ തന്നെ സെക്ഷനിൽ വെക്കാനായിട്ട് ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ബോക്സ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. കാരണം ആ സെക്ഷനിൽ വെക്കുന്ന സാധനങ്ങൾ ഞാൻ ആ ബോക്സിൽ തന്നെ വെക്കും. അപ്പോൾ ആ ബോക്സ് എടുത്ത് നമുക്ക് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ്. ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ബോക്സസാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനിൽ പെട്ടെന്ന് നമുക്ക് പുറത്ത് പോകണമെങ്കിൽ ഇടേണ്ട ടോപ്പുകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇത് മൊത്തം കുറച്ച് ലെങ്ത്തുള്ള ഗൗണ് പോലത്തെ ഡ്രസ്സുകളാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഫങ്ഷൻസോ മാരേജോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ ആയിട്ടോ. പിന്നെ ഇവിടെ ഞാൻ സാധാരണയായിട്ട് ഇതുപോലെ നന്നായി ഒരുങ്ങി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാരെ കാണാറില്ല കേട്ടോ. വീട്ടിലെന്താണോ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ കടയ്ക്കും ഒക്കെ പോകുന്നത്. ഇവിടെ അതൊന്നും ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല, അതാണ് സത്യം. അങ്ങനെ ഈ ടൈപ്പ് ലെങ്ത്തുള്ള ഡ്രസ്സുകളും ഞാൻ ഒരു സെക്ഷനിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യാത്ത ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ മടക്കി വയ്ക്കാം. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കുറേ സ്പേസ് കിട്ടിയിട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം വേറൊരു സെക്ഷനിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ ഉമ്മ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൊള്ളാത്ത കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു. അത് കസിൻസിനൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതെല്ലാം ഒതുക്കി വെച്ചത്. ഇനി ഒരു ദിവസത്തെയും കൂടി പണിയുണ്ട് കേട്ടോ ഈ ഒരു വാർഡ്രോബിൽ. കാരണം പഴയ ഡ്രസ്സുകളൊക്കെ ഞാനിപ്പോൾ ഒരു സെക്ഷനിൽ വെറുതെയാണ് വെച്ചിട്ടുള്ളത്. ഞാനതിൽ നിന്ന് ചെറിയൊരു ബാഗിലാക്കിയിട്ട് മുകളിലെടുത്ത് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ചെയ്യാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിലിടുന്ന പാൻസും ടോപ്സും എല്ലാം കൂടെ ഒരു സെക്ഷനിലാക്കി, പിന്നെ പുറത്തേക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ടോപ്പുകളെല്ലാം ഒരു സെക്ഷനാക്കി, പിന്നെ ലെങ്ത്തുള്ള ഗൗണും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു സെക്ഷനാക്കി, പഴയ ഡ്രസ്സുകളെല്ലാം കൂടെ ഒരു സെക്ഷനിൽ വെച്ചു. പിന്നെ ബോട്ടം വെയേഴ്സ്, ജീൻസ്, ലെഗിങ്സ് അതെല്ലാം ഒരു സെക്ഷനിൽ വെച്ചു. അങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. സാറ്റർഡേ ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.